ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നെന്താ എടുത്തിയമ്മ പരിപാടി? ഇന്ന് ഞാനേ അടയ്ക്കാപ്പഴം ഉണ്ട് കൊണ്ടുവന്നിട്ട്. ഇവർ ഏട്ടനും കുട്ടിയൊക്കെ മലക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടയ്ക്കാപ്പഴം കൊണ്ടുവന്നിട്ടപ്പോൾ എന്നാൽ ഇളയച്ചൊക്കെ അന്തല്ലേ, അപ്പം നമുക്കൊരു ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഒന്നുമല്ല, ഈ നോമ്പ് കാലമായാലും നമ്മളൊന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ലൊന്നുമില്ല. അപ്പം എന്നാൽ പാലും ഉണ്ട്. അപ്പം എന്നാൽ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കണമെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കാം. വൈകുന്നേരം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ ഒറ്റയ്ക്കാണെങ്കിലും രസമല്ല കേട്ടോ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ രസമാണ്. അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല പഴുത്തുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, നല്ല കളറുണ്ടത്. ഇന്നലെ രണ്ടെണ്ണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന വഴിക്ക്. അപ്പം അത് നല്ല മധുരം ഉണ്ടാവും. എന്താ അറിയില്ല. ഇതിൽ പാലൊഴിച്ചിട്ടും പാലും പഞ്ചസാര വെക്കാം, അല്ലെങ്കിൽ പാലില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാം. എന്നും പാല് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെ ഉണ്ടാക്കാം. മക്കളൊക്കെ അങ്ങനെ വരുമ്പോഴേ ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ കാണല്ലേ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഒക്കെ സ്വാമിമാരായിരുന്നു. അമ്മയും പിന്നെ തറവാട്ടിൽ നിന്ന് അമ്മയും അനിയന്മാരും കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെയാണ് ഇവരൊക്കെ എത്തിയത്. ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ ഇളയച്ചനും കൂടെ ഉണ്ട്. അവരിപ്പോൾ ഇനി പോയിട്ടില്ല. അവർ മകരവിളക്കിനൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ഇളയച്ച എപ്പോഴൊന്നും വരാറില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വിരുന്ന് വരാറുള്ളൂ. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇറച്ചി മീനും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കിണർ വെച്ചിട്ട് വൈകുന്നേരം നമുക്കൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെ ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടാണോ അതോ പാലൊഴിച്ചിട്ടാണോ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പഞ്ചസാരയും കുറച്ചിടുക, വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് പാല് ചേർക്കാം കേട്ടോ. നല്ല മധുരമുള്ള ആക്കിയപ്പോഴത് നമ്മൾ അത്ര പല നാട്ടിലും പല പേരുണ്ടല്ലോ അതിലല്ലേ. പേരയ്ക്ക, അടയ്ക്കാപ്പഴം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടത്. അരയണം കണ്ടോ, കട്ടകൾ ചെറുതിങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് മധുരം കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ മധുരം അതിലിടാം. ഇന്നലെ കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പാലില്ലേ, തണുത്ത പാലാട്ടോ, ആ പാലും കൂടെ അതിലേക്ക് ഒഴിക്കുക. നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതേ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ അരിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് നമ്മളിങ്ങനെ അരിക്കാണ്ട് ഇത് കുടിക്കും. അരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പാലും പഞ്ചസാരയും ഈ അടയ്ക്കാപ്പഴവും അരിച്ചതിൻ്റെ ടേസ്റ്റ് മാറും. അരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ചെറിയ ചെറിയ അരിപ്പ നല്ല ചെറുതായിട്ട് കൊടുത്തത്. നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല, കട ആയിരിക്കും. ആദ്യം ഞാൻ എൻ്റെ ഇളയ ചിക്കനെ കൊടുക്കാം. ഇപ്പം പിടിച്ചൊക്കെ അരിച്ചതിൻ്റെ ടേസ്റ്റ് പോയിരുന്നു. ഇപ്പം നന്നായിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പം ഈ ക്രിസ്ത്യൻ മാസത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കുട്ടികളെ കണ്ണിൽ പൊഴിട്ടോ എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം കേട്ടോ, വൈകുന്നേരത്തെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്വാമിമാർ കൊണ്ടുവന്ന പ്രസാദം ഉണ്ട്, അത് പിന്നെ അടുത്ത വീട്ടിലേക്ക് കൊടുക്കണം. രാവിലെ ഞാൻ ഇന്നോട് ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്കല്ല വന്ന്. അപ്പം ഇനി വൈകിട്ട് ഇനിയിപ്പോൾ അടുത്തുള്ള 3-4 വീട്ടുകാർക്കുണ്ട് കൊടുക്കാൻ. ചോറ് വയ്ക്കണം. അപ്പം ഇനി നാളെ ലീവ് ആവുകൊണ്ടായിട്ട് അങ്ങനെ പതുക്കെ നിൽക്കണത്. തിരുമ്പാനുള്ളതൊക്കെ ഉണ്ട്, ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചോറൊക്കെ വയ്ക്കാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.